അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മക്കളുടെയും മരുമക്കളുടെയും സ്നേഹം ലഭിക്കാൻ മാതാപിതാക്കൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട 3 പ്രാർത്ഥനകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് 3 തവണ ചൊല്ലൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മക്കളുടെയും മരുമക്കളുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളാവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും, സന്തോഷമുള്ള കുടുംബജീവിതം നൽകും. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്നേഹമുള്ള മക്കളെ പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. മക്കളുണ്ട്, പക്ഷേ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, കൂടെ നിൽക്കുന്നില്ല, സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നില്ല. ഇതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹമില്ലായ്മ. ഇന്ന് നമ്മൾ പറയുന്ന അതിശക്തമായി പ്രാർത്ഥനകൾ ജീവിതത്തിൽ പതിവാക്കുക വഴി നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്നേഹം ലഭിക്കാൻ ഈ പ്രാർത്ഥനകൾ കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനകൾ 3 പ്രാർത്ഥനകൾ നമ്മൾ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും എളുപ്പമുള്ള ഒരു പ്രാർത്ഥന തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് 3 തവണ, വളരെ ചെറിയ പ്രാർത്ഥനകളാണ്, 3 തവണ ചൊല്ലൽ പതിവാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മക്കളും അതുപോലെ തന്നെ മരുമക്കളും സ്നേഹമുള്ളവരായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഹിബ്ബൻ ലിഔലാദി വജ്അൽഹും മുഹിബ്ബീന ലീ وألف بين قلوبنا على طاعتك. ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന, اللهم ألف بين قلوبنا وأصلح ذات بيننا. ഇതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. ഇതാണ് 3 പ്രാർത്ഥനകൾ. ഈ 3 പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു എളുപ്പമുള്ള പ്രാർത്ഥന തിരഞ്ഞെടുത്തുകൊണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷം 3 തവണ ചൊല്ലൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കളുടെ സ്നേഹം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ പാരത്രിക ലോകത്ത് ഉപകരിക്കുന്ന സ്നേഹമുള്ള മക്കളിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.